ഇമോഷണലി സേഫ് ആകുന്നതിന് വേണ്ടി, അതായത് ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെ ഒരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇമോഷണൽ സേഫ്റ്റി ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈൻ ആണ്. സോ നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് നിങ്ങൾ ഷെയർ ചെയ്യുന്നു, അത് നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കുന്നില്ല, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു സൈൻ. ഈ രണ്ടാമത്തെ സൈൻ ആണ് നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ നീഡ്സ് അതെല്ലാം റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അതിനെല്ലാം ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അറ്റൻഷനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സൈന്. ഇനി മൂന്നാമത്തെ സൈൻ ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളോട് കൂടുതലായിട്ട് വൾണറബിൾ ആകുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെ അവരുടെ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് അല്ലെങ്കിൽ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫിയർ, ഭയം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സീക്രട്ടുകൾ മറ്റാരോടും പറയില്ല എന്നുള്ള വിശ്വാസത്തിലൊക്കെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ നിങ്ങളോട് കൂടുതലായിട്ട് വൾണറബിൾ ആകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്കിടയിൽ വളരെ ഹെൽത്തിയായ രീതിയിൽ ഇമോഷണൽ സേഫ്റ്റി ഉണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു സൈൻ.